ഹലോ നമസ്കാരം. അപ്പോൾ വീണ്ടും നമ്മുടെ ജോർജിയ ട്രിപ്പിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കുട്ടായിസിലെത്തി. ഈവനിങ് കുട്ടായിസി ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇന്ന് രാവിലെയാണ് മെയിനായിട്ട് കുട്ടായിസിക്ക് അടുത്ത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻ ഉണ്ട്, അത് കാണാനുള്ള പ്ലാനിലാണ്. പെട്രോൾ പെട്രോൾ നോ. ഒന്ന് വന്നിട്ട് കുട്ടായിസിക്ക് അടുത്ത് തന്നെ ഒരു 50 കിലോമീറ്റർ മാറി ഒക്കാട്സെ കാനിയൻ ഉണ്ട്. ജോർജിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാനിയനാണ്. അത് കാണാൻ പോവാണ് രാവിലെ. അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പ്രൊമത്തിയോസ് കേവ് കാണാൻ പോകണം. അതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേവ്സ് ആണ്. അണ്ടർഗ്രൗണ്ട് വളരെ വലിയൊരു കേവ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ പ്ലാന്. ഇപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി. 50 കിലോമീറ്റർ പോകേണ്ട കാരണം രാവിലെ ഒരു 7:30 ആയപ്പോൾ തന്നെ ഇറങ്ങി. കാനിയൻ്റെ എൻട്രൻസ് 9 മണി കഴിഞ്ഞ് ഓപ്പൺ ആവുള്ളതാണ് കേട്ടത്. ഇവിടെയും റോഡിലൊക്കെ ധാരാളം കന്നുകാലികളുണ്ട്. പോണ വഴിക്ക് ലൈറ്റായിട്ട് എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാന്നുള്ള ഐഡിയയിൽ ചെറിയൊരു കട നിർത്തി. അപ്പോൾ ഈ കടയിൽ നിന്നൊരു കോഫിയും ചെറിയ 2 പേസ്ട്രിയൊക്കെ കഴിച്ചിട്ട് പതുക്കെ വീണ്ടും യാത്ര തുടർന്നു. ആ കടയുടെ വാതൊക്കെ 2 ലോക്കൽസ് രാവിലെ തന്നെ ഭയങ്കര കള്ളുകുടിയായിരുന്നു. കള്ളു കുടിച്ച് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമപ്രദേശത്തോടെയാണ് ഈ റോഡ് പോകുന്നത്. നല്ല റോഡാണ്. അത്യാവശ്യം വലിയ ട്രാഫിക്കൊന്നുമില്ല. ചെറിയൊരു ഹില്ലി ടെറൈനാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ ചെന്നു. ഈ കാണുന്ന മാപ്പാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഈ മാപ്പിൽ കാണുന്ന പോലെ ആദ്യം നമ്മൾ ഒക്കാട്സെ കാനിയൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പ്രൊമത്തിയോസ് കേവ്സ്, വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ച് കുട്ടായിസിലെ റൂമിലെത്തുക എന്നുള്ളതാണ് പ്ലാൻ. രണ്ടും കൂടി ഏതാണ്ട് ഒരു 75 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ആദ്യം ഒക്കാട്സെ കാനിയൻ, അതിലേക്ക് ഏതാണ്ട് 49 കിലോമീറ്റർ. പിന്നെ മാപ്പ് പ്രകാരം അവിടെ നിന്ന് പ്രൊമത്തിയോസ് കേവ്സ് ഏതാണ്ട് 29 കിലോമീറ്ററാണ് കാണിക്കുന്നത്, അല്ല 25 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പം നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒക്കാട്സെ കാനിയൻ്റെ വിസിറ്റർ സെൻറ്ററിൽ പോയിട്ട് പാസ് നോക്കാം. മിത്സുബിഷിയുടെ ഈ ഡെലിക്ക എന്നുള്ള നല്ല രസമുണ്ട്. 4 വീൽ ഡ്രൈവാണ്. നല്ല സ്പേസ് യൂട്ടിലൈസേഷൻ. SUV പോലെ സ്പേസ് വേസ്റ്റ് ആവുന്നുമില്ല. വാൻ പോലെ ഫ്രണ്ടിൽ എഞ്ചിനെ കൊടുത്തിട്ട് ഭാഗത്ത് നല്ല സ്പേസാണ്. ഇതൊക്കെയാണ് നമുക്ക് നാട്ടിലില്ലാത്ത വണ്ടികൾ. ടിക്കറ്റ് ചാർജ് ലാറി 20 ഫോറിനേഴ്സിന്. ലോക്കൽസിലാണെങ്കിൽ 15 ഉള്ളൂ. അപ്പം നമ്മൾ 20 ലാറി കൊടുത്ത് ടിക്കറ്റ് എടുത്തു. ഇനി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒക്കാട്സെ കാനിയൻ 2.3 കിലോമീറ്റർ നടക്കാനുണ്ട്. ഓൾമോസ്റ്റ് അവർ പറയുന്ന 55 മിനിറ്റ് വാക്കെന്നാണ് എനിക്ക് തോന്നുന്നു. ഇച്ചിരി കയറ്റമൊക്കെ കാണുമായിരിക്കും. എന്തായാലും നോക്കാം. തിബിലിസി വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് ഇവിടെ. രാവിലെ 10 മണിയായി ഇപ്പോൾ സമയം. ഇവിടെ എല്ലാം ഈ 10 മണിക്കേ തുറക്കുള്ളൂ. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ശരിക്കും ഒരു സമ്മർ ടൈമിലൊക്കെ 7 മണിക്കൊക്കെ തുറക്കുമായിരുന്നെങ്കിൽ നേരത്തെ പോയി കണ്ടിട്ട് വരായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് വെയിൽ നല്ല മൂർധന്യ അവസ്ഥയിലാവും. അപ്പോൾ തിബിലിസിയൊക്കെ ഇച്ചിരി ഒരു കുളിർമയുണ്ട്. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നടക്കാൻ വലിയ വെയിലില്ല. ഇങ്ങനെ വാക്ക് വേ കല്ലൊക്കെ പാകിയിട്ടേക്കുന്നതുകൊണ്ട് ക്ലിയറാണ് ട്രെയിൽ. ഇച്ചിരി ഫാസ്റ്റായിട്ട് പോവാം. കുറേ കൂടെ ഡെവലപ്പായ ഒരു കൺട്രിയുടെ അഡ്വാൻറ്റേജാണത്. ട്രെയിലുകളൊക്കെ കുറച്ചിങ്ങനെ നല്ല കല്ലൊക്കെ പാകി ഇട്ടേക്കുന്നതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടില്ല. പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ചെറിയൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അവിടെ. ഊഞ്ഞാലൊക്കെ ഇരുന്ന് പിള്ളേരാടുന്നു. ഇവിടെ ചെറിയ ടൂറിസ്റ്റ് സീസണിൽ പെട്ടിക്കടയൊക്കെ ഇടുന്ന പോലെ സ്നാക്സ് കൗണ്ടർ വല്ലതും തോന്നുന്നു. അതെ, സ്റ്റോളൊന്നും ആരും സെറ്റാക്കിയിട്ടില്ല. എല്ലാ ചായ, കാപ്പിയോ സൂപ്പോ ഒക്കെ വിൽക്കേണ്ട കടകളായിരിക്കും. അപ്പോൾ ട്രെയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ കഴിഞ്ഞ് പകുതി ദൂരമായി. ഇനി നമുക്ക് 1 കിലോമീറ്റർ കൂടെ പോയാൽ മതി. അതൊരു 750 മീറ്റർ നീളമുള്ള ഒരു ഹാങ്ങിങ് ചെറിയൊരു തൂക്കുപാലം പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ല സ്റ്റീപ്പായിട്ടാണ് താഴോട്ട് വരേണ്ടത്. വാക്ക് വേ ഉണ്ട്. നല്ല ഒരു സ്റ്റീപ്പ് ഇറക്കമാണ്. കുഴപ്പമില്ല, നടക്കാൻ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ആയതുകൊണ്ട്. നല്ല നിഴലുണ്ട്. മരമെല്ലാം നിൽക്കുന്ന കാരണം അതുകൊണ്ട് ഇതുവരെ ആവി ചൂടെടുക്കാൻ തുടങ്ങിയില്ല. നല്ല വെയിലത്ത് നേരെ വെയിലടിക്കുകയായിരുന്നെങ്കിൽ വേർത്ത് കുളിച്ചേനെ. ഇപ്പം നമ്മൾ നടന്ന് 2 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാ ഡയറക്ഷൻ ബോർഡെല്ലാം എഴുതിയിട്ടുണ്ട്. പ്രൊമത്തിയോസ് കേവും ഈ വഴി പോവോ? അത് ശരി.
ഓ ഇതിലെ റോഡും ഉണ്ട് ഇവിടം വരെ. അത് ശരി, ഇത് ഞാൻ കണ്ടില്ലല്ലോ. ആഹാ, അപ്പം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ബൈക്കും കൊണ്ട് വേണം ഇവിടം വരെ വരാറുണ്ടായിരിക്കും. എന്തായാലും ഒരു ചെറിയ ഹൈക്കൊന്നും രാവിലെ മോർണിംഗ് വാക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് മോർണിംഗ് ഒരു നല്ലൊരു വാക്കായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ നടന്ന് കയറി വന്ന വഴി. കാറുകളും വരുന്നുണ്ട് ഇങ്ങോട്ട്. എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് വെഹിക്കിളല്ലായിരിക്കും, ട്രിപ്പ് അടിക്കുന്ന പോലെ വല്ലോ ആയിരിക്കും എന്നാണ് തോന്നുന്നു. ഷെയർഡ് ടാക്സി പോലെ വല്ലതും സർവീസ് ഉണ്ടായിരിക്കും. ആൾക്കാർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ വരവേണമെങ്കിൽ വണ്ടിയിലും വരായിരിക്കും. അല്ലല്ലോ, കണ്ടിട്ട് ചെറിയ കാറുമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അത് കൊള്ളാം. ഇതിലാണ് കായലിലേക്ക് പോകേണ്ടത്. അവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് താഴോട്ട് ആ തൂക്കുപാലത്തിന് അങ്ങോട്ട് ഇറങ്ങാൻ പോകണം. അതും ഫുള്ള് സ്റ്റെപ്പാണ്. താഴോട്ടോളം വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമ്മൾ താഴോട്ട് വന്നത്. സ്റ്റെപ്പ് കുറേ ഉണ്ട്. താഴോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ സ്റ്റെപ്പുകളുണ്ട്. ആൾക്കാരൊക്കെ രാവിലെ തന്നെ വരുന്നുണ്ട്. ഇതാണ് തൂക്കുപാലത്തിന് അങ്ങോട്ടുള്ള വഴിയാന്ന് തോന്നുന്നു. ഒരു വാക്ക് വേ പോലെയാണ്. ഫോൺ സൂക്ഷിച്ച് പിടിച്ചില്ല പണിയാവും. നല്ലൊരു ഹൈറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. പക്ഷെ വെയിലാണ്, അതാണ് ഈ പ്രശ്നം. വെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പണി നടക്കും. No, po, czekaj, przejdzie, a to i czekaj. ഈ ഫ്രണ്ടിൽ പോണ ആൾക്ക് കണ്ണ് കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുറകെ വന്ന ഒരാൾ അങ്ങനെ പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്നത് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നല്ലൊരു ക്യാനിയനാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഫോൺ പോയി കിട്ടും. അതുകൊണ്ട് ഫോൺ കറക്റ്റായിട്ട് പിടിക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതിങ്ങനെ സൈഡിൽ പാറയെന്ന്, ഇത് കൺസ്ട്രക്ട് ചെയ്ത നല്ല എഫോർട്ടായിരുന്നായിരിക്കുമല്ലോ. പാറയെന്ന് ഇങ്ങനെ ഉരുക്ക് സ്റ്റീലിൻ്റെ റോപ്പ് അടിച്ച് താഴെ നിന്നൊരു സപ്പോർട്ട് ഇങ്ങനെ കൊടുത്ത്, താഴത്തെ സപ്പോർട്ട് ഇങ്ങനെ പാറന്ന് ഇങ്ങനെ ഒരു സൈഡിലേക്ക് കെട്ടിത്തൂക്കിയിട്ട് ചെയ്തേക്കുന്നു. കാരണം മറ്റേ സൈഡിലേക്കൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. ഉണ്ടാക്കാൻ കുറേ പണിപ്പെട്ട് കാണും. അയ്യോ, എന്താ അല്ലേ താഴത്തെ വ്യൂ, അടിപൊളി. താഴെ ഇങ്ങനെ വെയിലായതുകൊണ്ട് അധികമൊന്നും കാണത്തില്ലായിരിക്കും. ഫോക്കസ് ചെയ്ത് നോക്കിയാൽ ഇരുട്ടവിടെ. കാനിയൻ. ആ മുമ്പ് നിന്ന ലെവലിൽ നിന്ന് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാണ് അടുത്ത ലെവൽ. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഫുള്ളൊരു 3/4 കിലോമീറ്ററോളം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ എന്താ പറയുക, തൂക്കുപാലം പോലുള്ള സൈഡിൽ ക്ലിഫ് എന്നിങ്ങനെ തൂക്കിയിട്ടുണ്ടാക്കിയേക്കുന്ന വാക്ക് വേ ഓൾമോസ്റ്റ് ഒരു 750 മീറ്ററോളം നീളമുണ്ടെന്നാണ് വായിച്ചത്. അങ്ങ് വരെ കിടക്കുക, കാണാമെന്നറിയത്തില്ല. അല്ല, അവിടെ ആൾക്കാർ നിൽക്കുന്ന അവിടം വരെ ഇതിങ്ങനെ കിടക്കുക. നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്താൻ പോകാൻ തോന്നുന്നു. അങ്ങോട്ടേക്കുള്ള വഴി അവിടെ താഴോട്ട് ഇറങ്ങാനുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വന്ന വഴി തിരിച്ചു പോകാൻ പറ്റത്തില്ല. അതിന് പകരം ഇവിടുന്ന് വേറൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ മുകളിലോട്ട് വേറെ വഴി. ഇവിടെ ഉണ്ടൊരു ക്യാബിനൊക്കെ ഇവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. ഇങ്ങനെ മുകളിലേക്ക് വന്നു. ഇവിടെ നിന്നാണ് മാക്സിമം വ്യൂ. അങ്ങ് തൂക്കിയിട്ടേക്കുവാണ്. നമ്മളതിൻ്റെ അറ്റത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു നല്ല കാറ്റുണ്ട്. സംഗതി ഇങ്ങനെ തൂക്കുപാലം പോലെ കിടക്കുക. താഴോട്ട് നോക്കിയാൽ വല്ലതും കാണാമോ? വെള്ളം ഒഴുകുന്നുണ്ട്. അമ്പട. ശരിക്കും ഇതൊക്കെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിലേ ഉള്ളൂ അതിൻ്റെ ആ ഫുൾ ഭംഗി ആസ്വദിക്കുന്നത്. അപ്പോൾ നട്ട വെയിലാണ്. ഇതേമാതിരി 10 മണിക്ക് തുറക്കുന്നത് മാത്രം ഒരു ശരിയില്ലാത്ത പരിപാടിയാണ്. അയ്യോ, ആ സൈഡിൽ കൂടെ നമ്മൾ നടന്നു വന്നത് ഉണ്ടോ? ഇവിടെ ആ സൈഡിൽ കാണുന്നുണ്ടോ?
കാണാമെന്നറിയത്തില്ല, സൂം ചെയ്ത് നോക്കാം. ആ സൈഡിലോട്ടായിട്ട് നമ്മൾ നടന്നു വന്ന വഴി അങ്ങ് പാലത്തിൻ്റെ അവിടെയായിട്ടാണ്. ഇതാണ് ഒക്കാട്സെ കാനിയൻ, ജോർജിയയിലെ ഒക്കാട്സെ കാനിയൻ വ്യൂ ആണ്. നല്ല മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു സൈഡ് മുഴുവൻ ആ റോക്കുള്ളതുകൊണ്ട് വെറുതെ കൂടെ അടിച്ച് തൂക്കുപാലം പോലെ ഉണ്ടാക്കിയേക്കുന്നതിലെ കൂടെ കൊള്ളാം. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാൻ ഇച്ചിരി എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. നേരെ മുകളിലോട്ട് കയറിയിട്ട് നടന്നങ്ങ് പോയാൽ മതിയെന്ന് തോന്നുന്നു. അങ്ങനെയുണ്ട് അതിൻ്റെ സിസ്റ്റം. കണ്ടു കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ടുള്ള വഴി യാത്ര ചെയ്യാൻ പോകണം. ഒരു കുത്തനെ ഒരു കയറ്റം, പടിക്കെട്ടുകൾ കയറി മുകളിൽ ചെല്ലണം. വന്ന വഴി നമുക്ക് പോകാൻ പറ്റില്ല, അത് വൺ വേ ആണ്. അപ്പോൾ അതുകൊണ്ട് നേരെയുള്ള വഴി കൂടെ പോകണം. ഇതാണ് നമ്മൾ വന്ന വഴി. വന്ന വഴി പറ്റത്തില്ല, അതുകൊണ്ട് ഈ വഴി എടുക്കാം. നല്ല കട്ടക്കയറ്റ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോവാം. കുറച്ച് ദൂരം കൂടെ കയറണമെന്ന് തോന്നുന്നു. 11:30 കഴിഞ്ഞപ്പോൾ തീർത്തു ഈ ട്രെയിനിലേക്കുള്ള വരവ്. ഏതാണ്ട് 1.25 മണിക്കൂർ കൊണ്ട് എത്തിപ്പെട്ടു. ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ചേച്ച് പോകാം. കയ്യിലിരുന്ന് ജ്യൂസ് തീർന്നു. അവിടെ ഒരു കടയുള്ളത് നന്നായി. അങ്ങനെ ക്ലിഫും ക്യാനിയനും ഒക്കെ കണ്ടിട്ട് തിരിച്ച് പോവാണ്. ഇനിയിപ്പം തിരിച്ച് ബൈക്ക് ഇരിക്കുന്നിടത്തേക്ക് ആ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് 2.25 കിലോമീറ്റർ നടക്കണം. അവിടുന്ന് വല്ല ഹിച്ച് ഹൈക്കിങ് കിട്ടുകയാണ് എളുപ്പമുണ്ടായിരുന്നു. ഇനി അല്ലെങ്കിൽ 2.25 മണിക്കൂർ വീണ്ടും 2.25 കിലോമീറ്റർ വീണ്ടും നടന്നു തന്നെ പോകേണ്ടി വരും. സംഗതി കുഴപ്പമില്ല, നല്ല രസം ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ പ്രശ്നം 10 മണിക്ക് തുറക്കുക എന്നുള്ളത് ഇച്ചിരി കടന്ന കൈയാണ്. രാവിലെ ഒരു 7 മണിക്കൊക്കെ തുറക്കണം. നമ്മളപ്പോൾ ഉള്ളവർക്ക്, നേരത്തെ എണീക്കുന്നവർക്ക് ഇത് വന്ന് കണ്ടിട്ട് പോകാനുള്ള സമയമുണ്ട്. അതുമാത്രം ഒരു ന്യൂനത, ഒരു ഫോൾട്ടായിട്ട് കണ്ടാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എത്താറായി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് ആലോചിക്കേണ്ടത്. 2.25 കിലോമീറ്റർ നടക്കണോ അതോ വല്ല ലിഫ്റ്റ് കിട്ടുമായിരുന്നു ഞങ്ങൾ പോയേക്കായിരുന്നു. ചോദിച്ചു നോക്കാറുണ്ട്. അങ്ങനെ നോക്കി നിന്നിട്ട് ഇവിടുന്ന് അങ്ങനെ ലിഫ്റ്റൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും ഗ്രൂപ്പായിട്ട് വന്നവരൊക്കെ പോകണം. അപ്പം ടാക്സി കിടപ്പുണ്ട് അങ്ങോട്ട് തിരിച്ച് ഡ്രോപ്പ് ചെയ്യാൻ. അപ്പോൾ ഒരുത്ത 30 ലാറി പറഞ്ഞു, പിന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പം 20 ലാറിക്ക് സമ്മതിച്ചേപ്പോൾ വരുന്ന വണ്ടിയാണ്. 3 കിലോമീറ്ററേ ഉള്ളൂ, ഇച്ചിരി ഓഫ് റോഡ്. 20 അല്ലെങ്കിൽ 20 കൊടുത്തേക്കാം. അല്ല ഇനി നമുക്കൊരെങ്ങനെ വിളിച്ചാൽ 1 മണിക്കൂറൂടെ പോകും. ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാനുള്ളതുകൊണ്ട് ഇച്ചിരി ടൈം സേവ് ചെയ്യാന്നുള്ള കണക്കൂട്ടലിൽ ഇതേ തന്നെ അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. പുള്ളിയുടെ ടാക്സിയായി കയറിയിരിക്കുകയാണ്. യുവർ നെയിം പുള്ളിക്ക് വർത്താനം പറയാനൊന്നും താല്പര്യമില്ല. അപ്പോൾ ഈ ശരിക്കും മോട്ടോർ സൈക്കിൾ ഇതിലെ വരാമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വഴി ഇനി വന്നാൽ മതി. കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. പക്ഷേ നമുക്ക് അതുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ നല്ലൊരു വാക്ക് കിട്ടി. തിരിച്ചു പോയപ്പം അങ്ങനെ ഇവിടുത്തെ റോഡും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ നോക്കുമ്പം ഓക്കെയാണ്. അങ്ങനെ ജോർജിയയിൽ വന്നിട്ട് ടാക്സി കയറിയില്ലെന്ന് വേണ്ട, ടാക്സിയിലും കയറി. എയർപോർട്ടിൽ നിന്ന് നമ്മൾ എയർപോർട്ട് ബസ്സിലാണ് വന്നത്. പിന്നെ ഇതുവരെ ഒരു ടാക്സി കയറിയില്ല. അപ്പോൾ ഇങ്ങനെ ആവട്ടെ ആദ്യത്തെ ടാക്സി യാത്ര. ജസ്റ്റ് ഇച്ചിരി ബാക്ക് റോഡ്, അതുകൊണ്ടായിരിക്കും ആൾക്കാരൊക്കെ ടാക്സി ഓടിക്കുന്നതും ഇങ്ങനത്തെ സ്ഥിതി തന്നെ നടക്കും. റോഡ് ക്ലിയറൻസ് കാണും. നടക്കുന്നത് 2 കിലോമീറ്റർ, ടാക്സി ഒരു 3 കിലോമീറ്റർ അടുത്തെന്ന് തോന്നും. ചുറ്റി കറങ്ങി വരുന്നതുകൊണ്ടായി. അപ്പോൾ നമ്മളങ്ങനെ വിസിറ്റർ സെൻറ്ററിൻ്റെ അവിടെ തന്നെ എത്തി. മൈ മോട്ടോ ബൈക്ക്. അങ്ങനെ
അതിന് ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വന്നപ്പം ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ടാണ് പോയത്. നമ്മളൊന്ന് തിരിച്ചെടുക്കാം. അങ്ങനെ ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ക്യാനിയനൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി. ഇനി ഇവിടെ നിന്ന് ഏതാണ്ടൊരു 25 കിലോമീറ്ററാണ് മാപ്പ് കാണിക്കുന്നത്. നമുക്ക് പ്രൊമത്യൂസ് കേവിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരം വന്ന വഴി തന്നെ പുറകോട്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് മാപ്പ് ഒരു ലെഫ്റ്റ് ഡീവിയേഷൻ കാണിച്ചു. ആ റോഡിലൊരു 1 കിലോമീറ്ററോളം അകത്തോട്ട് കയറി നോക്കി. പക്ഷേ റോഡ് വളരെ മോശമായിരുന്നു. ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് അവിടെ ലോക്കലി ആൾക്കാരെ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് പതുക്കെ പുറകോട്ട് തന്നെ വന്ന് മെയിൻ റോഡിൽ കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിൻ റോഡിൽ വന്നു കഴിഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് അത്ര ആക്യുറേറ്റ് അല്ലായിരുന്നു. ചോദിക്കാനാണെങ്കിൽ വഴിയിൽ ആരുമില്ല. അതിൽ കുറച്ചുകൂടെ പുറകോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വില്ലേജിൽ കുറച്ച് പേരെ കണ്ട് വില്ലേജിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച അവസാനം പ്രൊമത്യൂസ് കേവ് ഒരു വിധത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഇട്ട്. അതുകൊണ്ട് കുറച്ചൊരു ചുറ്റായിപ്പോയി. 25 കിലോമീറ്റർ എന്നുള്ളത് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 45 കിലോമീറ്ററായി. എന്നാലും കുഴപ്പമില്ല, നല്ല റോഡിൽ കൂടെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ ഇനി പോകുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്നെങ്കിലും ലഞ്ച് വല്ലതും ലൈറ്റായിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് കേവ്സിലേക്ക് പോകാന്നുള്ള ഐഡിയയിലാണ്. വന്ന വഴിക്ക് ഒരു ബേക്കറി കയറി. ബേക്കറിയിൽ നിന്ന് ഒരു ചിക്കൻ പീസ് പറഞ്ഞു. ഇവിടെ കുഴപ്പമില്ല, അത്യാവശ്യം ഫുഡൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഒരു ചിക്കൻ പീസും പിന്നെ ഇവിടുത്തെ ഇവരുടെ ഒരു സ്ഥിരം സാധനമാണ് ഒരു ബ്രെഡ് പോലെ വച്ചേക്കുന്നത്, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഒരു ചിക്കൻ്റെ ലെഗ് പീസും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ കച്ചാപ്പൂരിയുടെ ഒരു മിനിയേച്ചർ പതിപ്പാന്ന് തോന്നുന്നു. നോക്കട്ടെ തന്നെ അന്ന് ഫില്ലിങ്. കച്ചാപ്പൂരി അല്ല, അതിൻ്റെ ഒരു ഷേപ്പൊക്കെയാണ്. അങ്ങനെ നമ്മൾ പ്രൊമത്യൂസ് കേവ് വിസിറ്റർ സെൻറ്ററിലെത്തി. ഇനി ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് പോകണമെന്ന് തോന്നുന്നു. നോക്കാം. ഇസ്ഫഹാൻ ഇമാം സ്ക്വയർ. ഇതും മറ്റേ വേൾഡിലെ പല ഇമ്പോർട്ടൻറ്റ് സിറ്റികളിലേക്കുള്ള ഡിസ്റ്റൻസൊക്കെ എഴുതി വെച്ചേക്കുന്നു. കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ പോയി ടിക്കറ്റ് എടുക്കാം. സിംഗനാങ്ങിൽ നിന്ന് തെലവീവ് പോയി. തെലവിയിൽ നിന്ന് പിന്നെ വന്നിട്ട് ഗോരി വന്നു. സ്റ്റെപ്പാൻസ്മിൻ്റെ പോയതാണ്. പിന്നെ ഗോരി, അത് കഴിഞ്ഞ് കുട്ടായിസിലെത്തി. നാളെയാണ് മെസ്റ്റിയയ്ക്ക് പോകേണ്ടത്. മെസ്റ്റിയ കഴിഞ്ഞിട്ട് സുഗ്ദിരി തിരിച്ച് വന്നിട്ട് നേരെ സുഗ്ദിരി വന്നിട്ട് ട്രിബിലിസിക്ക് പോകാം. ഇവിടെ ഇങ്ങനെ ബാച്ച് ബൈ ബാച്ചായിട്ടൊക്കെ കയറുന്നതെന്ന് തോന്നുന്നു. ആൾക്കാരെ ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറ്റി വിടുകയെന്ന് തോന്നുന്നു കേവിലേക്ക്. Inside the cave, due to high humidity, the trial is wet. So please walk carefully. We will come back the same way. Exit is on another side of the cave. Outside there will be cars waiting for us, which take us back to the entrance. Today we will go through 6 hall. Can you just be quiet? Otherwise we won't go. Or I wanna talk. Okay, so Paresh. കേവിൻ്റെ ഒരു പ്രധാന ഭാഗത്തെത്തിയെന്ന് തോന്നുന്നു. വാവ്, ഇതുകൊള്ളാം.
നിലത്തെല്ലാം ഫുള്ള് ചെള്ളയാണ് ചെളിയാണ് നടക്കുന്നത്. സ്റ്റോൺ വെച്ച് വാക്കുവേ ഉണ്ടാക്കിയേക്കുന്നുണ്ട്, കുഴപ്പമില്ല. ബാക്കി ഫുള്ള് ചെള്ളയാണ് അത് കിടക്കുന്നത്. ഹ്യൂജ്. എന്താ രസമാണ് നോക്കിയാൽ കിടക്കുക. എന്തെല്ലാം ഫോർമേഷൻ നോക്കി, എന്തൊക്കെ ടൈപ്പിലാണ് ഫോർമേഷൻ അയക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ രണ്ട് ശില്പികളൊക്കെ ശില്പം തീർത്ത പോലെ ഉണ്ടല്ലോ. അതാണ് നാച്ചുറൽ, പ്രകൃതിയുടെ കലാവിരുത്. പ്രകൃതിയുടെ കലാവിരുതാണ് അതൊക്കെ. ചെറിയൊരു മ്യൂസിക്കും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പോലെയൊക്കെയാണ്. രസമുണ്ട്. നാച്ചുറൽ ഫോർമേഷൻ തോന്നുന്നില്ലേ, ആരണ്ടോ കൊത്തി വെച്ച് വെക്കുന്ന പോലെ ശില്പങ്ങൾ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ നാച്ചുറലാണെന്ന് തോന്നുന്നു. ആരണ്ടോ കൊത്തി വെച്ച് വെക്കുന്ന പോലെ. എന്താ രസം. ഇറ്റ്സ് ഹ്യൂജ്. അത്ര വലിയൊരു കേവ് ഇതുവരെ കണ്ടിട്ടില്ല. ഭയങ്കര വലിപ്പം. ആൾക്കാർ ഇറങ്ങി വരുന്ന വഴി കണ്ടോ അവിടുന്ന്. ഇറ്റ്സ് ഹ്യൂജ്. ഇവിടെയാണ് 1980s 3-4 പേര് മരിച്ചെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്നത് കണ്ടായിരുന്നല്ലോ. അവർ ഈ ഇപ്പം അങ്ങോട്ടുള്ള ഇത് ബ്ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അന്നൊക്കെ 80s ഒരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ 3-4 പേരിവിടെ മരിച്ചിട്ടുണ്ട്. അവരുടെ ബോഡി ഒരു വർഷം കഴിഞ്ഞ് 1984 പിന്നെ കേട്ട് 83 മരിച്ചിട്ട് 84 മറ്റവിടെ ബോഡി. അപ്പോൾ അതാണ് പ്രൊമത്തിയസ് കേവിൻ്റെ ഒരു ഓൾമോസ്റ്റ് 1 hour ഉണ്ടായിരുന്നു ടൂറ്. അകത്ത് നല്ല ഹൈറ്റാണ്, ഒരു സഫോക്കേഷനും ഇല്ല, ചൂടും ഇല്ല, നല്ല കൂളാണ്, നല്ല എയർ ഫ്ലോ ഒക്കെ നല്ലതായിട്ടുണ്ട്. എയർ സർക്കുലേഷൻ കുഴപ്പമില്ല. ഒരു ബാച്ചായിട്ട് അകത്തേക്ക് കയറ്റുള്ള ആൾക്കാരെ. ഇപ്പോൾ ഒരു ബാച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് 150-200 പേരുള്ള ഒരു ബാച്ചാണ് വന്ന് കയറിയത്. നമ്മൾ ആ കൂടെ വന്നു, കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പുറത്തേക്കുള്ള എക്സിറ്റാണ്. അപ്പോൾ ഈ പോയിൻ്റാണ് ഇവിടുത്തെ ഡീപ്പസ്റ്റ്. ഭൂമിയുടെ 80 മീറ്റർ താഴെയാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 80 മീറ്ററോളം താഴെയാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇപ്പോൾ ഉള്ളത് ഇവിടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡീപ്പസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. പഴയ ട്രക്കിങ്ങിൽ ആൾക്കാർ മരിച്ചു പോയ സ്ഥലം അതാണ്. അങ്ങനെയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്കുള്ള വഴിയാണിത്. എന്താ ഹൈറ്റ് എല്ലായിടത്തും. പിന്നെ നോക്കി നിന്ന് പോകുന്നു, അത്ര ഹൈറ്റുണ്ട്. പുറത്തെത്തിയില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. പുറത്തേക്ക് കുറച്ച് ദൂരം കൂടെ നടക്കണമെന്ന് തോന്നുന്നു. രസമാണ് പോകുന്ന വഴിക്കെല്ലാം കാണാൻ, നല്ല ഭംഗിയുണ്ട്. മുകളിൽ നിന്ന് ഓർന്നിങ്ങനെ ഒലിച്ചൊലിച്ച് വന്ന് നമ്മുടെ ആൽമരത്തിനൊക്കെ വേരിറങ്ങുമെന്ന് പറഞ്ഞ പോലെ പാറയ്ക്ക് വേരിറങ്ങി താഴെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് കേവ് വിസിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. ആൾക്കാരെല്ലാം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, എല്ലാം ക്ലിയറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ടൊരു അകത്തൂടെ ഒരു കിലോമീറ്റർ നടക്കാനുണ്ട്. 1 കിലോമീറ്റർ കേവിനകത്ത് നടക്കണം. അത് വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് ചൂടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ബലം കേവ്സും ബാക്കി ഇന്ത്യയിലെ പല കേവിൽ പോകുമ്പോഴത്തേക്ക് ചൂട് കൂടുതലാണ്. അപ്പോൾ ചൂടില്ല എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊമത്തിയസ് കേവ് കണ്ടിട്ട് പോവാണ്. ബൈക്കിരിപ്പുണ്ടല്ലോ, ടൈഗറുണ്ട്, GS ഉണ്ട്.
ഇവിടെ നല്ല രസമാണ്. നല്ല ഡബിൾ ലൈൻ റോഡ്, നല്ല ഫുൾ മരങ്ങളൊക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ടുള്ള റോഡ്. അപ്പോൾ അവിടെ നിർത്തിയൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു പഴയ ഒരു ബിൽഡിങ്, ഒരു ഗേറ്റ്, ഗവൺമെൻറ് ബിൽഡിങ്ങോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി 15 കിലോമീറ്ററേ ഉള്ളൂ കുട്ടായിസിലേക്ക്. ജോർജിയൻ ഒരമ്മച്ചി ബ്രെഡ് ഉണ്ടാക്കുന്നതാണ്. നന്നായിട്ടുണ്ടല്ലേ, ഇത് ഫുൾ വാളിൽ നല്ല രസമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സിറ്റിസ്കേപ്പ് ഇരിക്കേണ്ടത്. പുള്ളിക്കാരത്ത് ജോർജിയൻ ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു മ്യൂറലാണ്. ഓ, നല്ല ഉരുക്കാണ്. ഉരുക്കിൻ്റെ ചങ്ങലയിലാണ് കിടക്കുന്നത്. അതിൻ്റെ മുകളിൽ കുരുട്ടാക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. നല്ലൊരു ബ്രിഡ്ജ്, താഴെ വെള്ളം ഒഴുകുന്നു. ചൂണ്ടയിലുകാരൊക്കെ ഇരിപ്പുണ്ടല്ലോ. എന്നാ വലിയ ഇതല്ലേ, നല്ല അടിപൊളി. നല്ല രസമുണ്ട്. ഇവിടെ നോക്കിയാൽ ആ കത്തീഡ്രലൊക്കെ കാണാം. അങ്ങനെ കത്തീഡ്രൽ നമുക്ക് പോകാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ അവിടെ ഒരെണ്ണം കാണുന്നുണ്ട്. ഒന്നൊരു വേൾഡ് ഫേമസ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റൊക്കെയാണ്. യുനെസ്കോ സൈറ്റാണ് ഓർമ്മ. അതൊക്കെ ദൂരെ കാണുന്നതാണെന്ന് തോന്നുന്നു, അതോ ഇതാണെന്നറിയില്ല. എൻട്രൻസിൽ ആളില്ലേ? ഇതാണ് ഇവിടുത്തെ കുട്ടായിസിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ. എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ നോക്കട്ടെ. ശില്പങ്ങളുണ്ടെല്ലാം, പകുതി പൊട്ടിപ്പൊളിഞ്ഞ ശില്പങ്ങളാണ്. അവിടെ ഒരു ചാരിയറ്റ് പോലെ വെച്ചിട്ടുണ്ട്. രസമുണ്ടല്ലേ. രാത്രിയായതുകൊണ്ട് ഇനി ഒത്തിരി നേരം നടക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒരു ചെറിയ റൗണ്ട് അടിച്ചിട്ട് വരാം. ഇപ്പോൾ ഓൾറെഡി 8 മണിയാറായി, സന്ധ്യയായിട്ടില്ല. കുറേ നല്ല പൂക്കളൊക്കെ ഉണ്ട്. ധാരാളം പൂക്കളുള്ളൊരു സ്ഥലം. ഒക്കെയുള്ളൊരു ഇതാണ് ക്ലൈമറ്റ് കൺട്രോൾ, ഒരു ഗ്രീൻ ഹൗസാണോ. പാർക്കിൽ ഇങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സിവിൽ റൈറ്റ്സ് പ്രൊട്ടസ്റ്റുകളുടെയൊക്കെയാണെന്ന് തോന്നുന്നു. ഇവരാണ് ജോർജിയയിൽ നടന്നതാണോ അതോ ആണെന്ന് തോന്നുന്നു. ജോർജിയയുടെ സിറ്റിസ്കേപ്പ് ഫോട്ടോസ് വല്ല ഫേമസ് ഫോട്ടോഗ്രാഫർ എടുത്തതല്ലായിരിക്കും. ഇവിടുത്തെ മെട്രോ ട്രെയിനിൻ്റെ ആണ്. കൊള്ളാം, നൈസ്. ഇപ്പം അങ്ങോട്ട് പോകാൻ നേരമില്ല.
കൊള്ളാവുന്നൊരു ഫോട്ടോ എക്സിബിഷൻ പോലൊക്കെ. രസമുണ്ട്, നല്ല ഫോട്ടോകളൊക്കെ. അപ്പം നമുക്ക് അതൊക്കെ തിരിച്ചുവിടാം. രാത്രി 6 ഇപ്പോൾ ആ റോഡിൽ കൂടെ വേണമല്ലോ ഇറങ്ങിപ്പോവാൻ. ഒരു പാർക്ക് പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. മിനി വാനുകളാണ് ഇങ്ങനെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നത്. നല്ല നീളമുള്ള വാൻ. ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ സാധനമാണ് ലഗേജ് വെക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കാണുന്നു. ആൾക്കാരെല്ലാകത്ത് നിന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ലഗേജ് ഇങ്ങനെ നമ്മുടെ ഒരു ഷെൽഫ് അലമാരി പോലെ വാനിൻ്റെ പുറകിൽ കെട്ടി വെച്ചേക്കുക, അറ്റാച്ച് ചെയ്തേക്കുക. അതിനകത്താണ് ലഗേജ് വെക്കുന്നത്. ഇത് ഇവിടുത്തെ കുട്ടാശ്ശിയിലെ സിറ്റി സെൻറ്ററിൽ തന്നെയുള്ള നല്ലൊരു പാർക്കാണ്. നല്ല ഭംഗിയുള്ളൊരു പാർക്കാണ്. ഒരു സ്ക്വയർ പോലെയാണ് പാർക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നലെ കണ്ട ഫൗണ്ടൻ അവിടെ. ഫൗണ്ടനും ഉണ്ട് അവിടെ. ഡിന്നർ ടൈം, കുട്ടായിസി ഡിന്നർ ടൈം. അത് കഴിഞ്ഞ് അതൊക്കെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയി. നാളെ ഇവിടെ നിന്ന് ഇനി നേരെ നമുക്ക് മെസ്റ്റിയയിലേക്ക് പോകണം. അതൊരു പുതിയ റൂട്ടാണ്, കഴിഞ്ഞ വർഷം ഓപ്പൺ ആയേക്കുന്ന പുതിയ റൂട്ടാണെന്നാണ് കേട്ടത്. ഉഷ്കുലി കൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ ആദ്യം ഉഷ്കുലി പോയി കണ്ടിട്ട് മെസ്റ്റിയയിലേക്ക് ഈവനിങ്ങോടെ ചെല്ലാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടായിസിലെയും പരിസര പ്രദേശങ്ങളിലെയും കാഴ്ചകൾ. മെസ്റ്റിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. Thank you for watching.